നല്ല തിക്ക് ഗ്രേവിയോടുകൂടി ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള കടല എടുത്തിട്ടുണ്ട്. അത് നേരെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു തക്കാളിയും എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് എന്നിവയൊക്കെ എടുത്തിട്ട് കുറച്ചായിട്ട് വെള്ളം നനച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കടലയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ കുഴച്ച് വെച്ചിട്ടുള്ള മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടല മുഴുവനായിട്ട് ചേർക്കരുത്. അതിലൊരു 1/4 ഭാഗം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോടുകൂടി കടലക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ.